ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതിക രാധമ്മയോട് പറയുന്നു, രാജുവിനും എൻ്റെ അച്ഛനും ഒന്നും സംഭവിക്കില്ല മോളെ, ഞാൻ ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞ് രാധമ്മ പുറത്തോട്ട് പോവുകയാണ്. ഋതിക പെട്ടെന്ന് സാന്ദ്രയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഇത് ഋതിക മേഡം ആണല്ലോ എന്നും പറഞ്ഞ് സാന്ദ്ര ഫോൺ എടുക്കുവാണ്. ഐ നീഡ് സം ഹെൽപ്പ് ഇങ്ങനെ ഋതിക സാന്ദ്രയോട് പറയുവാണ്. എത്രയോ വലിയ ഒരാളാ മേഡം, മേഡം ഇങ്ങനെ എന്നോട് സഹായം ഒന്നും ചോദിക്കരുത്, ജസ്റ്റ് സേസ് ആൻ ഓർഡർ. സാന്ദ്ര അങ്ങനെ ഋതികയോട് പറയുമ്പോൾ ഋതിക എന്തൊക്കെയോ സാന്ദ്രയോട് പറയുന്നുണ്ട്. എന്തോ വളരെ മുഖ്യമായ കാര്യങ്ങളാണ് ഋതിക സാന്ദ്രയോട് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അവർ രണ്ടുപേരും സംസാരിക്കുന്ന രീതി കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ ഗേറ്റിന് മുന്നിൽ ഒരാൾ നിന്ന് ബഹളം വെക്കുവാണ്. എനിക്ക് മിനിസ്റ്ററെ കണ്ടേ പറ്റൂ, സെക്യൂരിറ്റി അയാളെ അകത്തോട്ട് കടത്തി വിടുന്നതുമില്ല. ഞാൻ ഉത്തരവാദപ്പെട്ട ഒരു പത്രപ്രവർത്തകന് തന്നോട് കാണാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ മിനിസ്റ്ററെ കണ്ടിട്ടേ പോവും, മാറി നിൽക്കണോ അങ്ങോട്ട്. അങ്ങനെ അവിടെ കയ്യാങ്കളിയൊക്കെ നടക്കുന്നുണ്ട്. ശേഖരൻ അവിടെ വന്ന് നോക്കുന്നുണ്ട്. ശേഖരൻ കാണുന്നു അവിടെ നടക്കുന്ന പിടിയും വലിയൊക്കെ. ഈ ശബ്ദവും ബഹളമൊക്കെ കേട്ടിട്ടാകണം അംബികയും ദീപക്കും യാമിനിയും അവിടെ നിൽക്കുന്നുണ്ട്. പുറത്തു വന്ന് നോക്കിയിട്ട് ശേഖരൻ അവരുടെ അടുത്തോട്ട് വരുവാണ്. സെക്യൂരിറ്റിയും ആ വന്ന പത്രപ്രവർത്തകനും തമ്മിലുള്ള ബഹളം കേട്ടിട്ട് പ്രതാപൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുവാണ്. എന്താ അവിടെ, എന്താ ഒച്ചയും ബഹളോ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ അംബിക പറയാം, അതേതോ മീഡിയക്കാരനാ, കുറെ നേരമായിട്ട് വന്ന് കിടന്ന് ഒച്ചയും ബഹളവും വെക്കുക. ശേഖരൻ പറയുക, അവൻ ബഹളം വെച്ചിട്ടേ അവൻ്റെ പാട്ടിനങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ദീപക്ക് പറയാ, അവൻ ബഹളം വെക്കുന്ന കണ്ടിട്ട് അങ്ങനെ വെറുതെ ഒന്നും അവൻ പോകുമെന്ന് തോന്നുന്നില്ല. മീഡിയക്കാർ ഒരുമാതിരി നീറുകളെ പോലെയാ, കടിച്ചാൽ പിന്നെ വിടത്തില്ല. താനിങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല, താൻ എത്ര ബഹളം വെച്ചാലും തന്നെ കടത്തിവിടത്തില്ലെന്ന് പറഞ്ഞില്ലേ, വിടത്തില്ല ഞാൻ. എന്ത് വന്നാലും ഞാൻ മിനിസ്റ്ററെ കണ്ടിട്ടേ പോവൂ എന്നും പറഞ്ഞ് അയാൾ കിടന്ന് ബഹളം വെക്കുവാണ്. ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ കണ്ടിട്ട് പ്രതാപൻ ദീപക്കിനോട് പറയുന്നു, ദീപക്കെ അയാളെ അകത്തോട്ട് കടത്തിവിടാൻ സെക്യൂരിറ്റിയോട് പറ. പ്രതാപൻ അങ്ങനെ പറഞ്ഞതും ദീപക്ക് ചെന്ന് സെക്യൂരിറ്റിയോട് പറയുന്നു, എടോ സെക്യൂരിറ്റി, അയാളെ അകത്തോട്ട് കടത്തിവിട്. ശരി സാറിന് പറഞ്ഞ സെക്യൂരിറ്റി അയാളെ അകത്തോട്ട് കടത്തിവിടുന്നുണ്ട്. ആ പത്രപ്രവർത്തകൻ അകത്തോട്ട് വന്നതും ദീപക്കിനെ നോക്കി ഇങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ണു കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ പത്രപ്രവർത്തകൻ പ്രതാപന്റെ മുന്നിൽ വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നു. പ്രതാപനും ഗുഡ് മോർണിംഗ് തിരിച്ച് പറയുന്നുണ്ട്. ആ പത്രപ്രവർത്തകൻ പറയുന്നുണ്ട്, സാറേ നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, എന്തോ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പ്രതാപനും പറയുന്നു. എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, പന്തളം സുകുമാരൻ, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. പത്രമാണോ ചാനലാണോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, പത്രമാണ്, എൻ്റെ അച്ഛൻ തുടങ്ങിയതാണ്. അച്ഛൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും, പന്തളം തങ്കപ്പൻ. 100-ലധികം വർഷങ്ങളായി മാധ്യമ രംഗത്ത് ഒരു ഇടിവാളാണ് എൻ്റെ പത്രം. അംബിക മനസ്സിൽ പറയുന്നത്, ദൈവമേ, ഇയാളിത് ചളവാക്കുവോ? എന്ത് പത്രമാണെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ സുകുമാരൻ പറയാ, കുന്തം. അത് കേട്ടിട്ട് പ്രതാപൻ ചോദിക്കോ, കുന്തവോ? അതെ, കുന്തത്തെ പറ്റി സാറ് കേട്ടിട്ടില്ലേ? കുന്തത്തെ കുറിച്ചൊക്കെ എനിക്കറിയാം, വാരിക്കുന്തം, സ്റ്റീൽ കുന്തം, ഗുണ്ടുകുന്തം. പ്രതാപൻ അങ്ങനെ പറഞ്ഞപ്പോൾ സുകുമാരൻ പറയാ, സാറിനെ കളിയാക്കുകയാണ് അല്ലേ? കേരളത്തിലെ 100-ലധികം വർഷങ്ങളായി സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇടിവാളായി മാറിയ പത്രമാണ് എൻ്റെ കുന്തം. ഭരണരംഗത്തെ അഴിമതികൾ അത്രയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ മുഖ്യ പങ്കുവഹിച്ച പത്രമാണ് എൻ്റെ പത്രം കുന്തം. കുന്തം എന്ന പേരുള്ള വാരിക വരെ വേറെ. അതൊക്കെ ഇരിക്കട്ടെ, ഇയാൾ വന്നത് എന്തിനാണെന്ന് പറയും. സുകുമാരൻ പറയുക, സാറിന്റെ പേരിലുണ്ടായ ലാപ്ടോപ്പ് വിതരണത്തിന്റെ അഴിമതിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സ്കൂൾ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന പദ്ധതി ക്യാബിനറ്റിൽ പാസാക്കി എടുത്തതും സാറാണ്. കോടികൾ മുക്കാവുന്ന വ്യക്തമായ പദ്ധതിയോടുകൂടിയല്ലേ സാർ ഈ പദ്ധതി പാസാക്കിയെടുത്തത്. അത് കേട്ടിട്ട് പ്രതാപൻ പറയാം, വേണ്ടേ, മര്യാദ കേട്ട് സംസാരിക്കരുത് സാറേ. അതിന് ഞാൻ മര്യാദയ്ക്ക് തന്നെ ആണല്ലോ സംസാരിക്കുന്നത്. സാർ എന്തിനാ ശോഭിക്കുന്നത്? സാർ അഴിമതി നടത്തിയത് കൊണ്ടല്ലേ സാർ ഇങ്ങനെ പാനിക്കാകുന്നത്? പ്രതാപൻ പറയാ, ഞാൻ ഇക്കാര്യത്തിലെന്നല്ല ഒരു കാര്യത്തിലും ഇന്നേ വരെ അഴിമതി നടത്തിയിട്ടില്ല. സാറും സാറിന്റെ മരുമകനും ചേർന്നേ കോടികളുടെ കുംഭകോണമാണ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെതൊക്കെ വ്യക്തമായ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ തൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കടോ. അത് കേട്ട് സുകുമാരൻ പറയാ, ഹാജരാക്കും. ഈ കോടികളുടെ അഴിമതി എൻ്റെ പത്രം കുന്തം വെളിച്ചത്ത് കൊണ്ടുവരും. സാറിന്റെ ബന്ധങ്ങൾ കൊണ്ടേ മീഡിയയൊക്കെ വിലക്കെടുത്തിരിക്കുമല്ലേ. ഈ അഴിമതി പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി സാർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ ഈ അഴിമതി ഈ സുകുമാരൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. സാറ് സൂക്ഷിച്ചോ, അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാ കാലത്തും നിലനിൽക്കില്ല സാർ. ഞാൻ സാറിന്റെ മുഖം മൂടി പിച്ച് ചീന്തും. അപ്പോൾ പ്രതാപൻ ശ്രദ്ധിക്കുന്നുണ്ട് സുകുമാരന്റെ ഷർട്ടിൽ വെച്ചിരിക്കുന്ന ആ ക്യാമറ. ഇതെന്താടോ, ക്യാമറയാണോ? പ്രതാപൻ അങ്ങനെ സുകുമാരനോട് ചോദിച്ചത് കണ്ട് ദീപക്കും അംബികയും അങ്ങ് ടെൻഷനായി പോയി. സുകുമാരന്റെ ഷർട്ടിൽ നിന്നും ആ ക്യാമറ എടുത്തിട്ട് കുത്തിപ്പിടിച്ചുകൊണ്ട് ശേഖരൻ ചോദിക്കുന്നു, മര്യാദകേട് കാണിക്കുന്നുണ്ടോടാ? അടിമേടിക്കണ്ടെങ്കിൽ നീ പുറത്തു പോയിക്കോടാ. അപ്പൊ ദേഷ്യത്തോടെ സുകുമാരൻ ചോദിക്കുന്നു, ആഹാ, മാധ്യമ പ്രവർത്തകന്റെ നേരെ മർദ്ദനമോ? ഇതിന് ഞാൻ പകരം ചോദിക്കും. നീ പകരം ചോദിക്കടാ, അവന്റെ ഒരു കുന്തം. പ്രതാപൻ പറയുന്നു, പ്രതാപവർമ്മ ആരാണെന്ന് കേരളത്തിലുള്ളവർക്കറിയാം.
ഇന്ന് വരെ എൻ്റെ കൈകളിൽ ഒരു അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല. പിന്നെ നീയും നിന്നെ സ്വാധീനിക്കുന്ന ചില ശത്രുക്കളും അപവാദ പ്രചരണങ്ങൾ വേണമെങ്കിൽ നടത്തിക്കോ. ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം. എൻ്റെ സത്യസന്ധതയും സാമൂഹിക പ്രതിബദ്ധതയും അറിയാവുന്നവരാ എനിക്ക് വോട്ട് തന്ന് എന്നെ വിജയിപ്പിച്ചത്. എൻ്റെ ഏത് ശത്രുവാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആ ശത്രുവിനോട് നീ തന്നെ ചെന്ന് പറഞ്ഞേക്ക്, കടൽ നീന്തി കടക്കുന്നവനെ കൈത്തോട് കാണിച്ച് പേടിപ്പിക്കരുതെന്ന്. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ശേഖരൻ വാടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് അവൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോവാണ് സുകുമാരനെ. അത് കണ്ട് അംബികയും ദീപക്കും ടെൻഷനായി നിൽക്കുവാണ്. പോടാ പുറത്തോട്ട് എന്നും പറഞ്ഞ് സുകുമാരനെ പിടിച്ച് ഗേറ്റിൻ്റെ അടുത്തോട്ട് തള്ളുവാണ്. അപ്പം സുകുമാരൻ പറയാ, എത്രയൊക്കെ മറച്ചു പിടിച്ചാലും അമ്മായിയപ്പനും മരുമോനെന്നും കൂടി നടത്തിയ അഴിമതികളെല്ലാം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. ഒരു മാധ്യമ പ്രവർത്തകന്റെ നേരെയാ നിങ്ങൾ കൈവച്ചിരിക്കുന്നത്. അവിടെ നിന്ന് സെക്യൂരിറ്റി ആ സുകുമാരനെ പുറത്താക്കിയിട്ട് ഗേറ്റ് അങ്ങ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അംബിക പറയുക, ഇതൊരു വല്ലാത്ത നാണക്കേടായി പോയല്ലോ പ്രതാപ, ഈ കഥ ഇപ്പൊ കേരളം മുഴുക്ക കാട്ടുതീ പോലെ പരകുമല്ലോ. അംബിക അങ്ങനെ പറഞ്ഞിട്ടും പ്രതാപൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. ആകെ ടെൻഷനോടെ ഇരിക്കുന്ന പ്രതാപന്റെ അടുത്തോട്ട് അംബിക വന്നിട്ട് പറയുക, ഞാൻ പറയുമ്പോൾ നിനക്ക് പരിഭവം തോന്നും, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം നീ ഈ വീട്ടിൽ കിടന്ന് ടെൻഷൻ അനുഭവിക്കുന്ന മുഴുക്ക കാണുന്നത് ഈ ഞാനാണ്. ആ രാജു ഒപ്പിച്ച പണിയാണിത്. അവനെ വ്യക്തിപരമായി എന്തോ നേട്ടത്തിന് വേണ്ടിയാ ഈ ലാപ്ടോപ്പ് തട്ടിപ്പൊക്കെ നടത്തിയത്. കോടിക്കണക്കിന് രൂപ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ എന്താ കഴിക്കുവോ? അവനാ ഇത് ചെയ്തിരിക്കുന്നത്, അതിൽ യാതൊരു സംശയം വേണ്ട. അവൻ ഒറ്റ ഒരുത്തന്. എത്ര കാലം കൊണ്ട് നീ നേടിയെടുത്ത സൽപ്പേര അവൻ ഒറ്റ നിമിഷം കൊണ്ട് കളഞ്ഞു കുളിച്ചത്. നിന്റെ കരിയർ തന്നെ തകർന്നില്ലേ? MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും എത്ര തിളങ്ങിയവനാ നീ. വ്യക്തിപരമായ കാര്യത്തിൽ ഒരു ലാഭവും നീ നേടിയിട്ടില്ല. ഭാര്യ വീട്ടുകാരുടെ സ്വത്തല്ലാതെ അനധികൃതമായി നീ ഒന്നും സമ്പാദിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും നിനക്ക് കള്ളൻ എന്ന പേര് വീണില്ലേ? അംബിക ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ ചേച്ചി എന്നിങ്ങനെ പ്രതാപം വിളിക്കുമ്പോൾ അംബിക പറയാ, നീ എന്തിനാ എന്നോടിങ്ങനെ ദേഷിക്കുന്നത്? ഞാൻ ഉള്ള സത്യമല്ലേ പറയുന്നത്. അപ്പോൾ ചേച്ചിയോട് നീ എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? ഇപ്പോഴേ ഒരു മഞ്ഞപ്പത്രക്കാരനെ വന്നല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ മീഡിയക്കാരെ കൊണ്ട് നിറയും. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലേ നീ മറുപടിയില്ലാതെ വലയും. അഴിമതി ആരോപണം വരും. നിന്റെ മന്ത്രിസ്ഥാനം വരെ പോകും. കോടികൾ വെട്ടിച്ചു എന്നുള്ള പേരിലെ അറസ്റ്റ് വരെ ഉണ്ടാകും. ഇതിലൊന്നും യാതൊരു സംശയം വേണ്ട. ഇതിൻ്റെയൊക്കെ പിന്നിലെ ആ രാജുവാ. എത്ര വലിയ സത്യസന്ധനാണെങ്കിലും ഗത്യന്തരം ഇല്ലാതെ വരുമ്പോൾ കക്കും. എടാ, അതുകൊണ്ട് ആ രാജുവിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ നീ പോലീസുകാരോട് വിളിച്ച് പറ. അവൻ മണി പോലെ സത്യം പറയും. അംബികയുടെ ഈ വർത്തമാനം കേട്ടിട്ട് ദേഷ്യത്തോടെ പ്രതാപൻ പറയുക, ചേച്ചി പ്ലീസ്, ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ തലയ്ക്ക് കൈയും വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇത്രയും നേരം രാജുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായപ്പോൾ അംബിക ദേഷ്യത്തോടെ എഴുന്നേറ്റങ്ങ് പോവുകയാണ്. കൊച്ചമ്മയുടെ അധികാരവും അഹങ്കാരവും കൂടുവാണ്. കൊച്ചമണി അങ്ങനെ ഋതിയെ കൊണ്ട് ഓരോ ജോലി ചെയ്യിക്കുക. മുറ്റമടിച്ചുകൊണ്ട് നിൽക്കുവാണ് ഋതിക. കൊച്ചമണി ഋതിയോട് പറയാ, മേലനങ്ങി അങ്ങോട്ട് ജോലി ചെയ്യടി. ചൂലിന് നോവത്തോ ഒന്നുമില്ല, ഒന്ന് അനങ്ങി ചെയ്യടി, അങ്ങോട്ട് മര്യാദയ്ക്ക് അനങ്ങി അങ്ങോട്ട് ചെയ്യടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കൊച്ചമണി. എന്താ നിനക്ക് മേലനങ്ങാൻ വയ്യായോ? നീ എന്താ നെയ് സേവിക്കുന്നോ? അല്ല, സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വേണം ചൂല് പിടിക്കാൻ. അപ്പം ചൂലിനും നോവത്തില്ല, നിനക്കും നോവത്തില്ല. 10 ക്ലാസ് പഠിച്ചു പോയാൽ പിന്നെ പെമ്പിള്ളാർക്കൊക്കെ ചൂലിനോടങ്ങ് പുച്ഛവാ. വലിയ പഠിപ്പുകാരി, കൊമ്പത്തെ കോലോത്തെ തമ്പുരാട്ടി, സ്വത്തുക്കൾ ഏറെയുണ്ട്, കയ്യിൽ 10 പൈസ ഇല്ലെന്നേ ഉള്ളു. ആ മന്ത്രിക്ക് തന്നെ നാണക്കേട ഇങ്ങനൊരു മോള്. അങ്ങോട്ട് നോക്കി നിൽക്കാതെ ചെയ്യടി. അതുകൊണ്ട് ദേഷ്യത്തോടെ വേണുവേട്ടൻ അങ്ങോട്ട് വരുവാണ്. ദേണ്ട തള്ളേ കൈ ഉയർത്തിയിട്ട് പറയാ, ദേണ്ട ഒന്ന് ഞാൻ അങ്ങോട്ട് വെച്ച് തന്നാലുണ്ടല്ലോ മാക്കാച്ചി വീണ് ചാകുന്ന പോലെ, പിന്നെ നിങ്ങൾ ഇവിടെ വീണങ്ങ് ചാകും. ഇങ്ങോട്ട് താ എന്നും പറഞ്ഞ് ഋതികയുടെ കയ്യിന് ചൂല് വാങ്ങിച്ച് വലിച്ചെറിയുവാണ് വേണുവേട്ടൻ. നിങ്ങളെ ഇന്ന് ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ കൊച്ചമണി, അയ്യോ ഓടി വരണേ, ഈ വേണുവച്ചനെന്നെ കൊല്ലാൻ വരുന്നേ, മിണ്ടരുത്, മിണ്ടിപ്പോകരുത് എന്നിങ്ങനെ വേണുവേട്ടൻ പറയുമ്പോൾ അയ്യോ ഓടി വരണേ എന്ന് പറഞ്ഞ് വീണ്ടും കരയുവാണ് കൊച്ചമണി. എന്താണെന്ന് ചോദിച്ചിട്ട് ജയനും പ്രിയയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. കൊച്ചമണി പറയാ, ദേണ്ട കണ്ടോടാ, എടാ ജയ, നിന്റെ ഈ തള്ളയോടെ മര്യാദയ്ക്ക് അങ്ങനെ ഇരുന്നോളാൻ പറ, അല്ലെങ്കിലേ ഞാൻ വല്ല കടുങ്കയും ചെയ്യും. രാവിലെ ഈ കുഞ്ഞിനോട് അവരുടെ ഒരു പട്ടാളച്ചിട്ട മോൾ എന്തിനാ ഇവര് പറയുന്നതൊക്കെ അനുസരിക്കാൻ പോകുന്നത്? ഈ സ്ത്രീക്ക് ഭ്രാന്താന്ന് മോക്ക് അറിയില്ലേ? അത് കേട്ടിട്ട് ജയം പറയാ, എൻ്റെ അമ്മ അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കുറ്റമടിക്കുന്നതിന് ക്ലാസ് എടുക്കുമല്ലേ? ഈ അധ്യാപക ജോലി എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണോ? അത് കേട്ട് വേണുവേട്ടൻ പറയാ, പിന്നെ നിന്റെ അമ്മ മുറ്റവടി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറല്ലേ? ഒരു ടീച്ചർ വന്നിരിക്കുന്നു. ആ സമയം ബൈക്കിൽ രാജു അങ്ങോട്ട് വരുവാണ്. വേണുവേട്ടൻ ചോദിക്കുന്നു, നീ ഇതെവിടെ പോയിട്ട് വരുവാടാ? അച്ഛൻ ഇത് കണ്ടോ? ഇതാണ് വർമ്മ സാർ ഒപ്പിട്ട ആ ലാപ്ടോപ്പിന്റെ ഇടപാടിന്റെ അഗ്രിമെന്റ്. ഇതാണ് ഒറിജിനൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റാ. അത് കേട്ട് ടെൻഷനോടെ ജയനും കൊച്ചമണി ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കുവാണ്. ഇത് തമ്മിൽ ആരോ മാറ്റിയിരിക്കുന്നത്. വർമ്മ സാർ നിശ്ചയിച്ചിരിക്കുന്ന കമ്പനിക്കല്ല ഓർഡർ കൊടുത്തിരിക്കുന്നത്, പകരം മറ്റൊരു കമ്പനിക്കാണ് ഈ അഗ്രിമെന്റ് പോയിരിക്കുന്നത്. ആരോ ഈ ഫയൽ കട്ടെടുത്ത് തിരിമറി നടത്തിയത് തന്നെയാ. അംബിക മാഡം പറഞ്ഞതുപോലെ തന്നെ ഫയലിൽ ആരോ തിരിമറി നടത്തിയതാ.
എന്നാൽ മോനെ നീ ഒട്ടും സംശയിക്കേണ്ട, അത് ദീപക് തന്നെ ആയിരിക്കും. വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ രാജു പറയുന്നു, അതല്ലച്ചാ, ദീപക് എന്നോട് ആ ഫയല് ചോദിച്ചതാ. ഞാനത് കൊടുത്തില്ല. സാറിന്റെ ഓഫീസിൽ വെച്ചാൽ ദീപക് അത് അടിച്ചു മാറ്റുമെന്ന് കരുതി ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ. ഞാൻ എൻ്റെ റൂമിലാ വെച്ചത്, നിന്റെ റൂമിലോ എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുവാണ്. ഇവിടുന്ന് ഇത് ആര് കട്ടെടുക്കാനാ എന്നിങ്ങനെ സംശയത്തോടെ ജയനെ നോക്കുന്നുണ്ട് വേണുവേട്ടൻ. പക്ഷെ മനസ്സിൽ പറയുന്നു, കാര്യമൊക്കെ ഇവൻ തരികടയാ, പക്ഷെ ഇതൊന്നും ചെയ്യാനുള്ള വിവരമൊന്നും ഇവനില്ല. വേണുവേട്ടൻ നോക്കുന്നത് കണ്ടുകൊണ്ട് ജയൻ ചോദിക്കുന്നു, അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല. പിന്നെ ആ ഫയൽ തിരിമറി എങ്ങനെ നടന്നു? മോൾക്കാരെങ്കിലും സംശയമുണ്ടോ? എനിക്കാരെയും സംശയമില്ല, പക്ഷെ ഇത് ഞാൻ കണ്ടുപിടിക്കും. ഇതൊരു വലിയ ക്രിമിനൽ കുറ്റമാ. രാജു പറയുന്നു, ഞാനിത് കണ്ടുപിടിക്കും. വർമ്മ സാറിനും എനിക്കും രക്ഷപ്പെടണം, അതുകൊണ്ട് ഇത് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ഇത് ചെയ്തവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇടിച്ചവൻ്റെ എല്ല് ഞാൻ ഒടിക്കും. അപ്പോൾ ആ സമയം ഒരാൾ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, ഒരു കൊറിയറുണ്ട്. ആർക്കാ കൊറിയർ എന്ന് വേണുവേട്ടൻ ചോദിക്കുമ്പോൾ അത് കൊച്ചമണിക്കാണെന്ന് പറയുന്നു. പ്രിയ പറയുന്നു, അമ്മേ നിങ്ങൾക്കാണ് കൊറിയർ? അതെ, ഞാൻ കുളു മണാലിലേക്ക് പോവുമല്ലേ. ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരിക്കും. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലേ കൊറിയറിൽ വരുന്നത്? അതൊക്കെ മൊബൈലിലേ വരത്തുള്ളൂ. കൊറിയറുമായിട്ട് വന്ന് അയാൾ പറയുന്നുണ്ട്, ഇതിലൊന്ന് ഒപ്പിടണേ, നിങ്ങൾ വാ എന്നും പറഞ്ഞ് വേണുവേട്ടനും രാജുവും ഹൃതിയെയും കൂടെ അകത്തോട്ട് പോവുകയാണ്. പുറകിന് പ്രിയയും പോകുന്നുണ്ട്. കൊച്ചമ്മണി ഒപ്പിടുന്ന കണ്ടുകൊണ്ട് ജയൻ ചോദിക്കുക, ഇതെന്തുവാ കുരിശ് വരയ്ക്കുന്നു? പോടാ അവിടുന്ന്. കൊച്ചമ്മണി ആ കൊറിയർ വാങ്ങിക്കുമ്പോൾ മറഞ്ഞു നിന്ന് ഹൃതിയെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഫോട്ടോസുകളാണ്. കൊച്ചമ്മണിയും ജയനും കൂടെ ഓഫീസിൽ ധരുണിനോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന ഫോട്ടോകളാണ്. അതുകൊണ്ട് ഫയന് ഞെട്ടിവരച്ച് ചുറ്റും നോക്കുന്നുണ്ട് കൊച്ചമ്മണിയും ജയനും. ആ ഫോട്ടോയിലിടയിൽ വെച്ചിരുന്ന ആ കുറിപ്പ് വായിക്കുകയാണ് ജയൻ. ഒട്ടും സമയം കളയരുത്, ഈ അഡ്രസ്സിൽ മകനെയും കൂട്ടിയിട്ട് എളുപ്പം വന്നെത്തുക, അല്ലെങ്കിൽ പോലീസ് അങ്ങോട്ട് വരും. ടിക്കറ്റ് കുളു മണാലിയിലേക്കല്ല, പിന്നെ പരലോകത്തേക്കായിരിക്കും. കൊച്ചമ്മണി ജയനോട് പറയും, എടാ നീ എൻ്റെ കൂടെ ഒന്ന് വന്നേടാ. അയ്യോ ഞാൻ വരില്ല എന്ന് ജയൻ പറയുന്നു. കൊച്ചമ്മണി ജയൻ്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പറയുക, ഇല്ല ഞാൻ വരില്ല, എടാ വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് കൈക്ക് പിടിച്ച് വലിച്ചോണ്ട് കൊണ്ടുപോവാണ് അകത്തോട്ട് കൊച്ചമ്മണി. ഇതെല്ലാം കണ്ട് ഋതിക ഇങ്ങനെ പുഞ്ചിരിച്ചോരോന്ന് ആലോചിച്ച് നിൽക്കുവാണ്. റൂമിലോട്ട് വന്ന കൊച്ചമ്മണി ജയനോട് പറഞ്ഞു, എടാ കുടിക്കാൻ എനിക്കല്പം വെള്ളമെടുത്തുകാടാ. ജയൻ വെള്ളമെടുത്ത് കൊടുക്കുമ്പോൾ പരവേശത്തോടെ പെട്ടെന്ന് കുടിക്കുവാണ് കൊച്ചമ്മണി വെള്ളം. മൊത്തം വിഴുങ്ങല്ലേ, എനിക്കൂടെ കുറച്ചതാ എന്നും പറഞ്ഞ് ജയനും ആ വെള്ളം വാങ്ങിച്ച് കുടിക്കുവാണ്. കൊച്ചമ്മണി ജയനോട് ചോദിക്കുന്നു, ഏത് പടുകുഴിയിലോട്ടാടാ നീ എന്നെ കൊണ്ടുപോയി ചാടിച്ചത്? അതിന് നിങ്ങളല്ലേ വന്ന് എന്നെ പാതാളത്തിലോട്ട് ചാടിച്ചത്. ഞാൻ എങ്ങനെയെങ്കിലും ആരെ അറിയിക്കാതെ 10 കാശുണ്ടാക്കിയാനെ. എടാ നിന്റെ അത്യാർത്ഥിയും കള്ളുകൂടിയാടാ ഈ നാശത്തിനൊക്കെ കാരണം. അത് കേട്ടിട്ട് ജയം പറയാ, എൻ്റെ അത്യാർത്ഥിയോ? കാശ് വന്ന് കുമിഞ്ഞു കൂടിയപ്പോഴേ നിങ്ങൾക്കായിരുന്നു അത്യാഗ്രഹവും അത്യാർത്ഥിയും. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, കുളു മണാലി പോകുന്നു, പഞ്ചാബിൽ പോകുന്നു, എന്നിട്ട് ഇപ്പം എന്തായി? പോലീസിൻ്റെ വായിലോട്ട് എന്നെയും കൊണ്ട് ചാടിച്ചില്ലേ? എടാ അതിന് പോലീസ് വരുവോടാ? അതെ, ഈ കുറിപ്പിൽ അവർ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. അതിലും പ്രകാരം അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ വാനിൽ അവർ ഇങ്ങോട്ട് വന്നിട്ട് അടിയും തന്ന് അവരെ കൊണ്ടുപോകും പോലീസ് സ്റ്റേഷനിലോട്ട്. എടാ അതിന് ചെല്ലേണ്ട സ്ഥലം എവിടെ ഒന്ന് വായിച്ച്. അത് കൽഹാർ ഹാൾ, ഇടപഴനി. എന്തിനാടാ അവർ നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നത്? അതിനെന്തിനാ ഇത്ര സംശയം? അഭിനന്ദിക്കാനോ അവാർഡ് തരാനോ ഒന്നുമല്ല, കൈകാര്യം ചെയ്യാനായിരിക്കും. എടാ നമുക്ക് അങ്ങോട്ട് പോവാതെ എങ്ങോട്ടെങ്കിലും അങ്ങ് മുങ്ങിയാലോ? നിങ്ങൾ അത്തരക്കാരിയാണെന്നും അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. ജയം പറയാ, ഒന്നുകിൽ പോലീസുകാർ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ ഈ വീടിന് ചുറ്റും പെരും വല വീശിയിട്ടുണ്ട്. പിന്നെ പെരുമല വീശാൻ ഈ വീടെന്താ അറബിക്കടലോ? ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങൾ ഓടുകയോ ചാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ എന്തായാലും അവർ പറഞ്ഞ സ്ഥലത്തോട്ടൊന്ന് പോകാൻ പോവുക. എന്നാൽ ശരിയാ മോനെ, മോൻ പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്ക് കൊളസ്ട്രോൾ ആണെന്ന്. അവരുടെ ഒരു കൊളസ്ട്രോൾ ഈ തട്ടിപ്പ് നടത്തിയതേ നിങ്ങളാ. നിങ്ങളുടെ പേരിലാ കൊറിയർ വന്നിരിക്കുന്നത്. ചെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക്, അല്ലെങ്കിലേ വയസ്സാങ്കാലത്ത് ഇടികൊണ്ട് ഊപ്പാട് വരും. അത് കേട്ട് പേടിച്ചിട്ട് കൊച്ചമ്മണി പറയാ, എന്നാ പോകാം അല്ലേ? ജയൻ പറയാ, എന്തായാലും ഞാൻ പോകും. ഈ സമയം പ്രിയ അങ്ങോട്ട് വന്ന് സംശയത്തോടെ ഇവരെ നോക്കുന്നുണ്ട്. അപ്പോൾ ജയൻ അത് കണ്ടെന്ന് പതർന്ന്. കൊച്ചമ്മണി ചോദിക്കുക, നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? പ്രിയെ, എന്നെ ഇങ്ങനെ നോക്കല്ലേ, ആരെങ്കിലും കണ്ട എന്തെങ്കിലും വിചാരിക്കും എന്ന് ജയനും പറയുവാണ്. ഇവരുടെ രീതി കണ്ടിട്ട് പ്രിയ പറയുന്നു, രണ്ടിനും എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. കള്ളത്തരവോ? എന്തിനാടാ ജയചന്ദ്രവർമ്മയെ കള്ളത്തരം? കൊച്ചമ്മണി അങ്ങനെ പറഞ്ഞത് കേട്ട് പ്രിയ ഞെട്ടി നിൽക്കുക. ജയചന്ദ്രവർമ്മയോ? അപ്പോൾ ജയൻ പറയാ, അയ്യോ ഈ തള്ളയിന്ന് കൊളവാക്കുമല്ലോ. കൊച്ചമ്മണി പറയാ, ജയചന്ദ്രവർമ്മ എന്ന പേരിൽ ഇവനും ഞാനും കൂടെ ചേർന്ന് ഒരു സ്ഥലം കാണിച്ച് ലോൺ എടുത്തു. അത് അടച്ചില്ലെങ്കിലേ വീട് ഉടനെ ജപ്തിയാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അവിടം വരെ ഒന്ന് പോകണം. ഇവർ പറയുന്നതിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് സംശയത്തോടെ ഇങ്ങനെ പ്രിയ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഋതിക അങ്ങോട്ട് വന്ന് അവരെ തന്നെ നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഋതികയുടെ ഇടപാടിലാണ് ആ കൊറിയറും ഫോട്ടോസുകളൊക്കെ വന്നിരിക്കുന്നത്. ഋതിക ഇവരെ അവിടെ വരുത്തും, അങ്ങനെ കൈയോടെ പൊക്കും. രാജുവിൻ്റെയും പ്രതാപൻ്റെയും പേരിലുള്ള അഴിമതി ആരോപണങ്ങളെല്ലാം അങ്ങനെ പുഷ്പം പോലെ നമ്മുടെ ഋതിക തട്ടിത്തെറിപ്പിക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.